ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തത്തെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ടാകും. കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് പറയാം. ജ്യോതിശാസ്ത്രപരമായി ഇങ്ങനെയൊരു മുഹൂർത്തം പറയുന്നുണ്ട്. ഇത് കൂടുതലായി പ്രചാരത്തിലുള്ളത് ബുദ്ധമതസ്ഥരുടെ ഇടയിലാണ്. മൈത്രേയൻ എന്ന വാക്കുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഇനി അവതരിക്കാൻ പോകുന്ന ബുദ്ധൻ. അതായത് അവരുടെ ഒരു വിശ്വാസപ്രകാരം ബുദ്ധൻ വീണ്ടും ജനിക്കും, അവരുടെ രക്ഷയ്ക്കായി വീണ്ടും ബുദ്ധൻ ജനിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, കൽക്കി, മഹാവിഷ്ണു കൽക്കിയായി അവതരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നത് പോലെ അവരും വിശ്വസിക്കുന്നു. ആ ഫ്യൂച്ചർ ബുദ്ധയെയാണ് അവർ മൈത്രേയൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൊതുവെയുള്ള ഒരു പ്രശ്നമാണ് നമുക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യത. പലർക്കുമുള്ള പ്രശ്നമാണ് കടം. ഒരിക്കലും ഈ കടം അവസാനിക്കുന്നില്ല. എന്നും ഇങ്ങനെ എന്തെങ്കിലും ഒരു ബാധ്യതകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എത്ര പൈസ നമ്മുടെ കയ്യിലെടുത്ത് വെച്ചാലും അതിങ്ങനെ അനാവശ്യമായിട്ട് ചിലവായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ബാധ്യതകൾ ഒരിക്കലും തീർക്കാൻ പറ്റുന്നില്ല. എന്നും ഇങ്ങനെ ലോണും ചിട്ടിയും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കും. ഈ കടമെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ഒന്ന് സ്വസ്ഥമായി ജീവിക്കണമെന്ന് ചിന്തിക്കാത്ത മനുഷ്യർ വളരെ കുറവാണ്. സാധാരണക്കാരായ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. വലിയ വലിയ പണക്കാരാണെങ്കിൽ പോലും അവർക്കും കടമുണ്ട്. അപ്പോൾ ഈ കടം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഒരു ദുഃഖമാണ്. പലപ്പോഴും നമുക്ക് കടം അടച്ചു തീർക്കാൻ സാധിക്കില്ല. അതിനു പകരം പല പല ചിലവുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കടത്തിലേക്ക് പൈസ അടയ്ക്കാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാറില്ല. കടം പെട്ടെന്ന് അടച്ചു തീർക്കുന്നതിനായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തം എന്ന രീതിയിലാണ് ഈ മൈത്രേയ മുഹൂർത്തത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഈ സമയത്ത് ഒരു മാസം ചിലപ്പോൾ 2 തവണയൊക്കെ വരും, ചിലപ്പോൾ 3 തവണ വരും, ചിലപ്പോൾ 1 തവണ വരും ഈ മുഹൂർത്തം. ഈ മുഹൂർത്ത സമയത്ത് ഒന്നുകിൽ നമ്മൾ ആ സമയത്ത് കുറച്ച് പൈസയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കടം അടയ്ക്കുക. ഇപ്പം നമുക്ക് ബാങ്കിൽ കുറച്ച് പൈസ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പണയമാണ്, ആ പണയത്തിലേക്ക് കുറച്ച് പലിശ നമുക്ക് അടയ്ക്കാനുണ്ട്. ഒന്നുകിൽ നമ്മൾ ആ സമയത്ത് കൊണ്ടുപോയി കുറച്ചെങ്കിലും പൈസ മനുഷ്യരുടെ കയ്യിൽ കൊടുക്കാനാണെങ്കിൽ കൊടുക്കുക, അതല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനാണെങ്കിൽ കുറച്ച് പൈസയെങ്കിലും അടയ്ക്കുക. ഇനി നമുക്ക് വലിയ തുകയാണ് അടയ്ക്കേണ്ടത്, നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല, വളരെ തുച്ഛമായ പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, ഒരു തരത്തിലും നമുക്ക് കടം അടച്ചു തീർക്കാനുള്ള പണമില്ല. ഇപ്പം ഒരു 10,000 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്ന് വെക്കുക. നമ്മുടെ കയ്യിൽ ആകെ 1000 രൂപയുണ്ട്. അത് തന്നെ നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനകത്തുനിന്ന് ഒരു 100 രൂപയോ അല്ലെങ്കിൽ ഒരു 10 രൂപയോ ഈ സമയത്ത് കടം അടയ്ക്കുന്നതായി, ആ കടത്തിലേക്ക് അടയ്ക്കുന്നതായി സങ്കല്പിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സമയം എപ്പോഴാണ് എന്നറിയുക എന്നുള്ളതാണ്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പൂജാമുറിയിൽ കയറിയിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കണം. നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുന്നെങ്കിൽ ഉത്തമം, അതല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് തെളിയിക്കാം. കടുകെണ്ണ ഉപയോഗിച്ചിട്ട് തെളിയിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. കടം പെട്ടെന്ന് തീർക്കുന്നതിനായിട്ട് കടുകെണ്ണ ഉപയോഗിച്ചിട്ട് വിളക്ക് തെളിയിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. ഒരു മൺചിരാതിൽ തെളിയിച്ചാലും മതി. തെളിയിക്കുക, നമ്മുടെ ഇഷ്ടം ഏത് എണ്ണ ഉപയോഗിച്ചിട്ടാണോ തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നത് അതനുസരിച്ചിട്ട് ചെയ്യുക. വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു ചുവന്ന നിറത്തിലുള്ള പട്ടോ അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ഒരു പട്ടോ, ചെറിയൊരു കഷ്ണം, നമ്മൾ ഉടയാടയ്ക്കൊക്കെ മേടിക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ ഒരു കഷ്ണം പട്ട് ഭഗവാന്റെ ആ വിളക്കിൻ്റെ മുമ്പിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെയൊന്ന് വിരിക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു 10 രൂപയെ അല്ലെങ്കിൽ ഒരു 1000 രൂപ, 100 രൂപ എത്രയാണോ നമുക്ക്
ആ സമയത്ത് നമുക്ക് കടത്തിലേക്ക് അടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ പൈസ ആ പട്ടിലേക്ക് എടുത്തു വെക്കണം. ഈ പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഈ കാശ് എടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾക്ക് പോകരുത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പൈസ അവിടെ വെക്കാനായിട്ട്. ആ പൈസ അവിടെ വെക്കുക. അതിനുശേഷം അങ്ങാടി മരുന്ന് കടയിൽ നമുക്ക് പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ മേടിക്കാനായിട്ട് കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ കത്തിക്കുന്ന കർപ്പൂരമല്ല, അങ്ങാടി മരുന്ന് കടയിൽ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാനായിട്ട് കിട്ടും. ആ പച്ചക്കർപ്പൂരം നമ്മൾ മേടിച്ച് വെച്ചേക്കണം. അതിനകത്തു നിന്ന് ഒരു കുഞ്ഞു കഷ്ണം ഈ പൈസയുടെ മുകളിലേക്കെടുത്ത് വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഭഗവാനെ, എനിക്ക് ഇത്രയും രൂപ കടങ്ങളുണ്ട്. പല പല തടസ്സങ്ങൾ കാരണം എനിക്ക് ആ കടം അടച്ചു തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. അല്ലയോ ഭഗവാനെ, ഈ കടം തടസ്സങ്ങളൊന്നും കൂടാതെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന നിലയിൽ എന്തു ചെയ്യണം? പ്രാർത്ഥിക്കണം. കാരണം തടസ്സങ്ങളൊക്കെ മാറണം, നമുക്ക് കടം അടച്ചു തീർക്കാനായിട്ട് സാധിക്കണം. അതിനാദ്യം നമ്മൾ വിഘ്നേശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. രണ്ടാമത്, എല്ലാ മനുഷ്യർക്കും പരദേവതകൾ കാണും, കുടുംബദേവതകൾ. കുടുംബദേവതയെ പ്രാർത്ഥിക്കണം. അയ്യപ്പനാണെങ്കിൽ അങ്ങനെ, ദേവിയാണെങ്കിൽ അങ്ങനെ. ആരെയാണോ കുടുംബദേവതയായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ കുടുംബദേവതയോട് എത്രയും പെട്ടെന്ന് കടം അടച്ചു തീർത്ത് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തരയണമേ എന്ന് കുടുംബദേവതയോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മൾ ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപനായ മഹാജ്യോതിഷിയായ വേലായുധ സ്വാമിയോട്, മുരുകദേവനോട് പ്രാർത്ഥിക്കണം. എത്രയും പെട്ടെന്ന് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റി, നമ്മുടെ ജാതക ദോഷങ്ങളൊക്കെ മാറ്റി, ഗ്രഹപ്പിഴ ദോഷങ്ങളൊക്കെ മാറ്റി, കുടുംബദോഷങ്ങളൊക്കെ മാറ്റി, മുൻജന്മ ദോഷങ്ങളൊക്കെ മാറ്റി, കർമ്മദോഷങ്ങളൊക്കെ മാറ്റി എത്രയും പെട്ടെന്ന് ഈ കടം അടച്ചു തീർക്കാനായി എന്നെ സഹായിക്കണമേ എന്ന് മുരുകദേവനോട് മനസ്സ് ഉരുകി പ്രാർത്ഥിക്കണം. അതിനുശേഷം നമ്മൾ മനസ്സ് നിറഞ്ഞ് എല്ലാ ഭഗവാന്മാരോടും ഈ പ്രപഞ്ചത്തിനോടും നമ്മളെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഒരു നിമിഷം കണ്ണടച്ച് നമ്മൾ ധ്യാനിക്കണം. എന്നിട്ട് ഈ കടം എനിക്ക് എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ സാധിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എനിക്കത് സാധിക്കും. ഇന്നു മുതൽ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു തീർക്കാനായി എനിക്ക് പറ്റുമെന്ന് നമ്മുടെ മനസ്സിനോട് ഇങ്ങനെ പറയണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. അല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1,00,000 രൂപ കടവുണ്ട്, 10,00,000 രൂപ കടവുണ്ട്, എന്നെ കൊണ്ട് വിചാരിച്ചാൽ ഈ ജന്മത്തിൽ ഇതൊന്നും അടച്ചു തീർക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, വല്ല ലോട്ടറിയോ വല്ലതും അടിച്ചാൽ കൊള്ളാമായിരുന്നു, അല്ലാതെ എന്നെ കൊണ്ട് ഇതിനൊന്നും സാധിക്കുകയില്ല എന്ന് അത് സത്യമായിരിക്കും. പക്ഷേ ആ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നമുക്ക് പറ്റും എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാരണം എപ്പോഴാണ് ഒരു ലോട്ടറി അടിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കും നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. കാരണം മനുഷ്യന് ഭാഗ്യമുണ്ടാകുന്നത് നമ്മൾ വിചാരിക്കുമ്പോഴല്ല, അത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ്. ആ ഭാഗ്യം നമുക്ക് ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനോടൊക്കെ പ്രാർത്ഥിച്ച് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. എനിക്കതിന് സാധിക്കും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം, ഒന്ന് നമസ്കരിച്ചതിന് ശേഷം ഈ പൈസ നമ്മൾ ഒരു കവറിനകത്തേക്ക് എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ പൊതിഞ്ഞു വെച്ചാലും മതി. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഒരു ഇത്ര നമ്പർ പണയത്തിലേക്കാണ് നമ്മൾ ഈ പൈസ അടച്ചത്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ നമ്മൾ ഇത്ര രൂപ
കൊടുത്തു. 1,00,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നതിൽ നമ്മൾ 1000 രൂപ കൊടുത്തു, അല്ലെങ്കിൽ 100 രൂപ കൊടുത്തു, അടച്ചു. ഇന്ന കടത്തിലേക്ക് ഞാൻ 100 രൂപ അടച്ചു. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കവറിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മൾ പൊതിഞ്ഞു വെച്ചിരുന്ന ആ പൊതിയുടെ പുറത്തോ എഴുതുക. എഴുതിയതിന് ശേഷം നമ്മളത് ആ പൂജാമുറിയുടെ ഏതെങ്കിലും ഒരു സ്വസ്ഥമായ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്ന എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായ ഒരു ഭാഗത്ത് നമ്മൾ ഈ പൈസ എടുത്ത് സൂക്ഷിച്ച് വെക്കണം. നമ്മളിപ്പോൾ 25-ാം തീയതിയാണ് നമുക്ക് പണയം അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ലോൺ അടയ്ക്കേണ്ടതിൻ്റെ ആ ഒരു സമയം 25-ാം തീയതിയാണ് എന്ന് കരുതുക. ഈ ഒരു സമയം, ഈ ഒരു മുഹൂർത്ത സമയം വരുന്നത് 14-ാം തീയതിയാണ് എന്ന് കരുതുക. 14-ാം തീയതി നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യണം. എന്നിട്ട് നമുക്ക് പൈസ അടയ്ക്കേണ്ട ആ ഡേറ്റിൽ ഈ പൈസ എടുത്തുകൊണ്ട് പോയി നമുക്ക് അടയ്ക്കാം. ചിലപ്പോൾ നമുക്കൊരു 3000 രൂപ അടയ്ക്കണം. നമ്മൾ ഈ സമയത്ത് നമ്മൾ 1000 രൂപയെ വെച്ചുള്ളെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി 2000 രൂപയും കൂടെ ഉണ്ടാക്കിയിട്ട് ഈ 1000 രൂപ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോയി നമുക്ക് അടയ്ക്കാം. ഇനി കടം അടയ്ക്കേണ്ടുന്ന അത്രയും രൂപ നമ്മുടെ കയ്യിലില്ല. 10,000 രൂപ അടയ്ക്കണം, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് 1,00,000 രൂപ അടയ്ക്കണം. നമ്മുടെ കയ്യിൽ ആകെ 10 രൂപയേ ഉള്ളൂ, അല്ലെങ്കിൽ 100 രൂപയേ ഉള്ളൂ. അത്രയും രൂപയാണ് നമ്മൾ എടുത്തു വെച്ചത് എങ്കിൽ നമുക്ക് ആ സമയമാകുമ്പോൾ ഈ 100 രൂപ എടുത്തുകൊണ്ട് കൊടുത്താൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ 100 രൂപ ആ കവറിലിട്ട് അവിടെ തന്നെ ഇരുന്നോട്ടെ. 2-3 മൈത്രേയ മുഹൂർത്തങ്ങൾ ആ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുകയും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുകയും നമ്മുടെ മനസ്സിൻ്റെ ആ കടം അടച്ചു തീർക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ക്രമേണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും എനിക്കത് സാധിക്കുമെന്നുള്ള ചിന്ത വരികയും നമ്മൾ അതനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പണം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായി നിങ്ങളുടെ പണം അടയ്ക്കാൻ സാധിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വിളക്ക് തെളിയിച്ച് ഭഗവാന്മാരെ പ്രാർത്ഥിച്ചതിന് ശേഷം വിഘ്നേശ്വരനെയും പരദേവതയെയും അതുപോലെ തന്നെ മുരുകദേവനെയും ഒക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ മനസ്സിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിന് ശേഷം മനസ്സിനെ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ആ പൂജാമുറിയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പണം ഓൺലൈനായി അടയ്ക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പണം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം പണവുമായി വെക്കുക, ആ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ല. പ്രാർത്ഥനയാണ് അവിടെ ഓൺലൈനായി ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പണം അടച്ചു കഴിഞ്ഞു. ആ സമയത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് പണം അടച്ചു. നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സംശയങ്ങളൊക്കെ മാറി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, നമുക്ക് പറ്റുമെന്നുള്ള കാര്യം മനസ്സിനോട് പറഞ്ഞ് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കുക. ജോലി ചെയ്യുക, കർമ്മം ചെയ്യുക, അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. കർമ്മം ചെയ്യുക. എത്രയും പെട്ടെന്ന് ആ ആഗ്രഹത്തോടു കൂടി നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കടങ്ങളൊക്കെ അടച്ചു തീർക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതെപ്പോഴാണ് ഈ മാസം വരുന്നത് എന്നുള്ളത് നോക്കാം. നമ്മുടെ കേരളത്തിൽ ജാനുവരി മാസം 14-ാം തീയതി അന്ന് വെളുപ്പിന് 2:27 മുതൽ 4:37 വരെയുള്ള സമയമാണ്. വെളുപ്പിനെയുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പൂജകളൊക്കെ ചെയ്യുക. അതായത് ജാനുവരി മാസം 14-ാം തീയതി അതിരാവിലെ 2:27 മുതൽ 4:37 വരെയുള്ള സമയമാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ വിളക്ക് തെളിയിച്ച് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് ഒന്നുകിൽ ഓൺലൈനായി അടയ്ക്കാം, അതല്ലെങ്കിൽ പണം അവിടെ മാറ്റി വെക്കാം. ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 3:30 മണി 4 മണി ആ ഒരു സമയത്തൊക്കെ ചെയ്താലും മതി. കാരണം 2:27 മുതൽ 4:37 ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ മതി. പിന്നെ ഒരു സമയം വരുന്നത് ജാനുവരി മാസം 26-ാം തീയതി രാവിലെ 11:23 മുതൽ 12:32 വരെയാണ്. ജാനുവരി മാസം 26-ാം തീയതി രാവിലെ 11:23 മുതൽ 12:32 വരെയാണ്. ഇതാണ് കേരളത്തിലെ സമയം.
മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് പൈസ എടുത്ത് വെക്കാൻ സാധിക്കുന്നെങ്കിൽ, നമ്മളിപ്പോൾ പണം എടുത്ത് വെക്കുകയാണ്, പിന്നീട് എപ്പോഴെങ്കിലുമാണ് അടയ്ക്കുന്നത്, അങ്ങനെയാണെങ്കിൽ മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള പണം എടുത്ത് വെക്കാൻ സാധിക്കുന്നെങ്കിൽ വളരെ ഉത്തമമാണ്. 3, 6, 9 അങ്ങനെ മൂന്നിൻ്റെ ഗുണിതങ്ങൾ ആ രീതിയിൽ പണമെടുത്ത് വെക്കാൻ സാധിക്കുന്നെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളോട് കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് ചില സ്ഥലങ്ങളിലെ ഈ മൈത്രേയ മുഹൂർത്ത സമയം കൂടി പറയണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലെ സമയം കൂടി നമുക്ക് ഒന്ന് പറയാം. മുംബൈ ആണ് അങ്ങനെ ചോദിച്ചത്. മുംബൈയിൽ ജാനുവരി മാസം 14-ാം തീയതി അതിരാവിലെ 2:59 മുതൽ 5:13 വരെയാണ്. 26-ാം തീയതി രാവിലെ 11:32 മുതൽ 12:32 വരെയാണ്. മറ്റൊരു സ്ഥലം ഡൽഹിയാണ്. ഡൽഹിയിൽ 14-ാം തീയതി 2:57 മുതൽ 5:16 വരെയാണ്. 26-ാം തീയതി 11:07 മുതൽ 12:32 വരെയാണ്. ഡൽഹി 14-ാം തീയതി 2:57 മുതൽ അതിരാവിലെ 5:16 വരെ. 26-ാം തീയതി 11:07 മുതൽ 12:32 വരെ പകല്. ഗുജറാത്ത് 14-ാം തീയതി അതിരാവിലെ 3:16 മുതൽ 5:32 വരെയും. 26-ാം തീയതി രാവിലെ 11:40 മുതൽ 12:32 വരെയുമാണ്. ഇനി UK മാഞ്ചസ്റ്റർ, അവിടെ 14-ാം തീയതി അതിരാവിലെ 3:52 മുതൽ 6:31 വരെയാണ്. അതുപോലെ അവിടെ 25-ാം തീയതിയാണ്, 26-ാം തീയതിയല്ല, 25-ാം തീയതി UK മാഞ്ചസ്റ്റർ രാവിലെ 10:28 മുതൽ 11:28 വരെ. ഇതാണ് UK മാഞ്ചസ്റ്ററിലെ സമയം. അവിടെ 14:25 ഇനി ദോഹ. ദോഹയിൽ 14-ാം തീയതി മാത്രമേ ഉള്ളൂ അതായത് ഈ മാസം ഒരൊറ്റ മൈത്രേയ മുഹൂർത്തം മാത്രമേ വരുന്നുള്ളൂ ദോഹയിൽ. 14-ാം തീയതി 2:04 മുതൽ വെളുപ്പിന് 2:04 മുതൽ 4:21 വരെയാണ്. ദോഹയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ 14-ാം തീയതി. സൗദി അറേബ്യയിലും അങ്ങനെ തന്നെയാണ്. ഈ ജനുവരി മാസത്തിൽ ഒരൊറ്റ മൈത്രേയ മുഹൂർത്തമേ ഉള്ളൂ 14-ാം തീയതി. അതും അതിരാവിലെ 2:22 മുതൽ 4:39 വരെയാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലെ ആളുകളാണ് നമ്മളോട് മൈത്രേയ മുഹൂർത്തം ആവശ്യപ്പെട്ടത്. ഇനി ഞാൻ ഏതെങ്കിലും സ്ഥലത്തെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിട്ട് ചോദിച്ചോളൂ. ഞാനതിന് കമൻറ്റിന് മറുപടി നൽകുകയും അടുത്ത മൈത്രേയ മുഹൂർത്തത്തിൻ്റെ വീഡിയോയിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടു കൂടി ചില കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടി ഒരു ആഗ്രഹമുണ്ടാകും. പലപ്പോഴും നമുക്ക് ഈ കടങ്ങളൊന്നും അടച്ചു തീർക്കാൻ പറ്റാത്തത് നമ്മുടെ ഒരു അലംഭാവം കൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ മറ്റെല്ലാ ചിലവുകൾക്കും നമുക്ക് പണം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ അതിനെല്ലാം ചിലവാക്കും. പക്ഷേ കടം അടയ്ക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നീടാകട്ടെ എന്ന് കരുതി നമ്മൾ പലപ്പോഴും അത് മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച് നമുക്കൊരിക്കലും അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. എന്നാൽ കുറേശ്ശെ നമ്മൾ ഈ ഒരു രീതിയിൽ അടയ്ക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ അടയ്ക്കാനായിട്ട് പറ്റും. നിങ്ങളിത് 1-2 മാസം ചെയ്തതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഫലം ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം ഓരോ മനുഷ്യർക്കും ധാരാളം തടസ്സങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകും. ചില ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കും, ചില ആളുകൾക്ക് പെട്ടെന്ന് സാധിക്കുകയില്ല. പക്ഷേ നിങ്ങൾ ഒരിക്കലും തളരരുത്. അത് വിശ്വസിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. 2-3 മാസം ചെയ്തിട്ടും നിങ്ങൾക്ക് ആ ഫലം കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യാതിരിക്കരുത്. വിശ്വാസത്തോടു കൂടി ചെയ്യണം. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് പെട്ടെന്ന് ക്ലാസ്സിലിരുന്ന് ടീച്ചർ പഠിപ്പിച്ചു കൊടുത്താൽ മനസ്സിലാകും. ചില കുട്ടികൾ കുറച്ച് സമയമെടുക്കും
മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് നമുക്കുള്ള ഈ മണി ബ്ലോക്സുകൾ, ഈ തടസ്സങ്ങൾ മാറാനായിട്ട് നമ്മൾ തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന് ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്തെങ്കിലും ചെയ്യുന്നത്. തീർച്ചയായിട്ടും വിശ്വസിച്ച് നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ വിശ്വാസമാണ് പ്രധാനം. അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, മനസ്സിന് നല്ല ബലം കൊടുക്കുക, അനാവശ്യമായ ചിലവുകൾ അത് കുറയ്ക്കുക, നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കണമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. അങ്ങനെ ആഗ്രഹിക്കണം. നാമജപം നമ്മുടെ ജീവിതത്തിന് ശരിയായ ഒരു ദിശ നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ഹരേ കൃഷ്ണ.